നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ BLOയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച് BLOമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമെന്ന് സംയുക്ത സമരസമിതി. ആത്മഹത്യയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കനക്കുന്നു. മെക്കയിൽ വാഹനാപകടത്തിൽ 40 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 11 കുട്ടികൾ. കൊല്ലപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികൾ. അപകടം ഉംറ കഴിഞ്ഞ് മടങ്ങവെ. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമെന്ന് കരസേനാ മേധാവി. ഏത് ആക്രമണത്തിനും തിരിച്ചടിയുണ്ടാകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റ് തുടരുന്നു. നൌഗാം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകൻ പിടിയിൽ. തൃണമൂൽ MPക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പശ്ചിമബംഗാൾ ഗവർണർ. രാജ്ഭവൻ സുരക്ഷാ ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിച്ചു. കല്യാൺ ബാനർജിക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം. കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി CV ആനന്ദബോസ് കൊൽക്കത്തയിലെത്തി. ബീഹാറിൽ നിതീഷ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. മന്ത്രിസ്ഥാന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷം. രോഹിണിക്ക് പിന്നാലെ തേജസ്വിയെ തള്ളിപ്പറഞ്ഞ് മറ്റ് സഹോദരിമാരും. തേജ് പ്രതാപ് NNAയിലേക്കെന്ന അഭ്യൂഹം. ശബരിമലയിൽ സ്വർണ്ണപ്പാളിയിൽ ഇളക്കി SITയുടെ പരിശോധന അല്പസമയത്തിനകം. സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന കോടതി നിർദ്ദേശപ്രകാരം. മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. ശരണം വിളികൾ നിറഞ്ഞ കാനനപാതകൾ. വിശദമായ വാർത്തയിലേക്ക്. കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി BLOമാർ. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച BLOമാർ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. പരാതി ലഭിച്ചില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമാണെന്നും താൻ നിസ്സഹായനാണെന്നുമായിരുന്നു മറുപടിയെന്നും ജോയിന്റ് കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. അതേസമയം CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJPയും. കോൺഗ്രസിന്റെ BLA ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യയ്ക്ക് ഇട നൽകിയത് എന്നാണ്. അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം. ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം. ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. കാരണം BLOമാർ വ്യാപകമായി സംസ്ഥാനത്തുടനീളം പരാതിയാണ്. അവർക്ക് അമിതമായ ജോലി ഭാരമാണ്. ഭൂരിഭാഗം പേര് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് BLOമാർ. അവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. 3 പ്രാവശ്യം വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. 700 മുതൽ 1500 വോട്ട് വരെ പല ബൂത്തുകളിലുണ്ട്. മാത്രമല്ല ഇതിനെ ഈ BJPയും CPMും ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ UDF അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതേസമയം CPM ആരോപണം തള്ളി. രാജ്യവ്യാപകമായി BLOമാർ സമ്മർദ്ദം നേരിടുന്നുണ്ട്. BLOയുടെ മരണത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്നും CPM നേതാവ് EP ജയരാജൻ പറഞ്ഞു. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. അതേസമയം തങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ട് എന്ന് BLOമാർ തന്നെ പറയുന്നു. ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ സമരമാണ് ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ ഇനിയും എത്ര ജീവൻ വേണം മരണക്കിന്, അതായത് കഴുമരത്തിന്റെ മാതൃകയുമായാണ് ഈ നിയമസഭയ്ക്ക് മുന്നിൽ, അതായത്
ചീഫ് ഇലക്ടർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത്. തൊട്ടപ്പുറത്ത് സംയുക്ത സമരസമിതി, ജീവനക്കാരുടെ സംയുക്ത സമരസമിതിയുടെ ശക്തമായ വലിയൊരു പ്രകടനവും നടക്കുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ പ്രതീകാത്മക സമരമാണ്, കഴിവരവുമായുള്ള പ്രതീകാത്മക സമരമാണ് നമ്മൾ കാണുന്നത്. അതിശക്തമായ പ്രതിഷേധം, ഒരു പ്രതീകാത്മക സമരമാണ്. എന്തുകൊണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരെ തൂക്കിക്കൊല്ലുന്ന രീതിയിലുള്ള സംസ്ഥാനത്തെ ഇലക്ടറൽ ഓഫീസറുടെയും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെയും നടപടിക്കെതിരായി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ പ്രതീകാത്മകമായി തൂക്കിക്കൊല്ലുന്നു എന്നുള്ള സമരരൂപമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല? ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ നിങ്ങൾ ജോലി ചെയ്യായിരുന്നില്ലേ? വളരെ കഠിനമായിട്ടുള്ള ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 80%, 90% എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിരന്തരം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നു. അവർക്ക് പിങ്ക് കളർ കൊടുക്കുമെന്ന് പറയുന്നു, അവർക്ക് റെഡ് സിഗ്നൽ കൊടുക്കുമെന്ന് പറയുന്നു. അവരുടെ സർവീസ് തന്നെ അപകടത്തിലാണോ എന്ന് അവരെ തോന്നിപ്പിക്കുന്നതുള്ള മാനസിക സമ്മർദ്ദമാണ് സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു മരണം ഉണ്ടാകുന്നവർ എവിടെ പോയിരുന്നു? സംഘടനകളും നിങ്ങളുടെ സംഘടനാ ശക്തിയൊക്കെ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുത്തിരുന്നു. ആ പരാതി അവിടെ റിസീവ് ചെയ്തു എന്നുള്ളത് ഇമെയിലായിട്ട് ഞങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പുറത്തു കാണിക്കാൻ തയ്യാറാണ്. ഒരു സംശയവും വേണ്ട. ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവരുടെ അനാസ്ഥ കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാനമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥ കൊണ്ട് ഒരു വിലപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ ജീവൻ. ഇപ്പൊ ഇന്ന് BLOമാർ ജോലിയിൽ നിന്ന് വിട്ടത് പ്രതിഷേധിക്കുന്നു. തുടർ ദിവസങ്ങളിൽ എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്നിപ്പോൾ BLOമാരെ അവർ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്, സൂം മീറ്റിംഗിലൂടെ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനമെന്ന് ഞങ്ങൾക്ക് അറിയണം. 750 വോട്ടർമാർക്ക് മുകളിലുള്ള സ്ഥലങ്ങളിൽ ഒരു BLAയെ കൂടി നൽകുവാൻ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷണർ തയ്യാറല്ല എങ്കിൽ വീണ്ടും അതിശക്തമായ പ്രക്ഷോഭം BLOമാർ മാത്രമല്ല സംസ്ഥാന സർക്കാർ ജീവനക്കാരും പണിമുടക്കുമെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത്. ഇതാണ് ജീവനക്കാരുടെ സംഘടന നിലപാട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ സമരമാണ് നമ്മൾ കണ്ടത്. തൊട്ടപ്പുറത്ത് വലിയൊരു സമരം അധ്യാപക സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിശക്തമായ സമരമാണ്. വലിയ പങ്കാളിത്തം ആ സമരത്തിലുമുണ്ട്. ജീവനക്കാർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് BLOമാരുടെ യോഗം ഇപ്പോൾ ചേരുകയാണ്. സൂം മീറ്റിംഗ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ യോഗത്തിൽ ഒരു സ്ഥലത്തേക്ക് ഒരു BLO കൂടി എങ്കിലും നൽകിയില്ലെങ്കിൽ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് തരത്തിലേക്ക് സമരം പോകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ നൽകുന്നത്. വലിയ പ്രതിഷേധം ഈ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഇത് സംയുക്ത അധ്യാപകരുടെ ജീവനക്കാരുടെയും സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധമാണ്. ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം സമരവുമായി രംഗത്ത് വരികയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെയുമാണ് ഈ സമരം. നേരത്തെ തന്നെ ഇതിന്റെ അപകടം, ഇത്രയധികം പ്രഷർ BLOമാർ കൊടുത്തുകൊണ്ട് ജോലി ചെയ്യുന്നതിന് എതിരെ തങ്ങളുടെ നിലപാട് അറിയിച്ചതാണ്. രേഖാമൂലം അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതാണ്. എന്നിട്ടും ഒരു തീരുമാനവും ഉണ്ടായില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു സംവിധാനം എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനം പുരോഗമിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നോട്ട് പോയില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ജീവനക്കാരുടെ സംഘടനകളുടെ തീരുമാനം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന്റെ സംസ്കാരം വൈകിട്ട് നടക്കും. 3 മണിക്ക് ഏറ്റുകൊടുക്ക ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം. അനീഷ് ആത്മഹത്യ ചെയ്തത് SIR ജോലി സംബന്ധിച്ച സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതിനാലാണെന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ BLOയുടെ മരണവും SIR ജോലികളും തമ്മിൽ ബന്ധമില്ലെന്ന നിലപാടിലാണ് കളക്ടർ. ഇന്നലെയാണ് അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കണ്ണൂരിൽ BLO ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദം മൂലമെന്ന ആരോപണം നിലനിൽക്കെ കോഴിക്കോട് BLOയ്ക്ക് കളക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ജോലി നിരുത്തരവാദിത്തമായി കൈകാര്യം ചെയ്തെന്ന നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. സീനിയർ ക്ലർക്ക് അസ്ലം PM-നാണ് നോട്ടീസ് ലഭിച്ചത്. കണ്ണൂരിൽ BLO ജീവനൊടുക്കിയതോടെ BLOമാരെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ്. എക്സ്പ്ലെയിനർ. കണ്ണൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. അതിനിടെ രാജസ്ഥാനിലും BLO ആയിരുന്ന അധ്യാപകൻ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താണ് BLOമാർക്ക് ഇത്രയധികം മാനസിക സമ്മർദ്ദത്തിന് കാരണം? എന്താണ് BLOമാരുടെ ജോലി? തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ പോളിംഗ് ബൂത്തിന്റെയും അടിസ്ഥാന കാര്യങ്ങൾ നോക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് BLO. വോട്ടർ ലിസ്റ്റ് പുതുക്കുക, വോട്ടർമാരുടെ അപേക്ഷകൾ സ്വീകരിക്കുക, പരിശോധിക്കുക, വിലാസം മാറുന്നവരുടെ വിവരങ്ങൾ പരിശോധിക്കുക, മരിച്ചവർ, മാറിപ്പോയവർ എന്നിവരുടെ വിവരങ്ങൾ ശേഖരിക്കുക, വീടുകളിൽ നേരിട്ടെത്തി രേഖകൾ പരിശോധിക്കുക, വോട്ടർമാർക്കുള്ള സംശയങ്ങളിൽ സഹായം നൽകുക എന്നതാണ് BLOമാരുടെ ജോലി. സാധാരണയായി സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരാണ് BLOമാരായി നിയമിക്കപ്പെടുന്നത്. അധ്യാപകർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, അംഗനവാടി ജീവനക്കാർ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ജീവനക്കാർ, ക്ലർക്കുമാർ, ഫീൽഡ് സ്റ്റാഫ് എന്നിവരാണ് പ്രധാനമായും BLOമാരാകുന്നത്. സംസ്ഥാനത്ത് SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി BLOമാർക്ക് ജോലിഭാരം ഇരട്ടിയാണ്. അതായത് വേഗത്തിലും പിശകുകളില്ലാതെയുമായ കൃത്യമായ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പ്രധാന ചുമതല ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ്. യോഗ്യരായ ഒരു വോട്ടർമാരെയും ഒഴിവാക്കില്ല എന്ന ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനായി എന്യൂമറേഷൻ ഫോം വിതരണമാണ് ആദ്യപടി. അത് ഓരോ വീട്ടിലും എത്തിക്കുകയും കൃത്യമായി പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുകയും വേണം. ഈ ഫോമുകളിലെ വിവരങ്ങൾ 2003 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യണം. ഓരോ വീടുകളിലും എത്തുക എന്നത് തന്നെ വളരെ പ്രയത്നമുള്ള ജോലിയാണ്. കാരണം പല BLOമാർക്കും വീടുകളും വിലാസവും അറിയില്ല എന്നതാണ് സമയബന്ധിതമായി ഈ ജോലി ചെയ്തു തീർക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഫെബ്രുവരിയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലെയും ഓരോ വോട്ടർമാരുടെയും വിവരങ്ങളിലെ വ്യത്യാസവും തിരുത്തലും അടക്കം നല്ല പണി BLOമാരെ സംബന്ധിച്ചുണ്ട്. ഫോം നൽകാനും തിരിച്ചു വാങ്ങാനും ടാർഗറ്റ് നിശ്ചയിച്ചത് ഉദ്യോഗസ്ഥരെ അതിസമ്മർദ്ദത്തിലാക്കി. ഓരോ വീട്ടിലും വിവരശേഖരണത്തിനെത്തുന്ന സമയത്ത് ആളുകളില്ല എന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഭക്ഷണം പോലും ഇല്ലാതെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി രാത്രി തിരിച്ചെത്തേണ്ട അവസ്ഥയെന്ന് BLOമാർ പറയുന്നു. മനുഷ്യ സാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണ് പല BLOമാരുടെയും പരാതി. കാസർഗോഡ് ജോലിക്കിടെ വനിതാ BLO കുഴഞ്ഞു വീണു എന്ന വാർത്തയും വരുന്നു. ബലാൽ പഞ്ചായത്തിലെ മൈക്കയം അംഗനവാടി ടീച്ചർ ശ്രീജയാണ് ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീണത്. ഉടൻ കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടി. വെള്ളരിക്കുണ്ട് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർ ആശുപത്രിയിലെത്തി BLOയെ സന്ദർശിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇവർക്ക് മാനസിക സമ്മർദ്ദം, ജോലി സമ്മർദ്ദം വളരെയധികം കൂടുതലാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവർ കുഴഞ്ഞു വീഴുകയും ചെയ്ത് എന്താണ് സംഭവിച്ചത്? തീർച്ചയായും അശ്വതി, ഈ BLOമാർക്ക് നേരിടുന്ന പ്രതിസന്ധി അത് വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത കാസർഗോഡ് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബളാൽ പഞ്ചായത്തിലെ മൈക്കയം അംഗൻവാടി ടീച്ചറായ ശ്രീജയാണ് ഇത്തരത്തിൽ ജോലിക്കിടെ കുഴഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവരെ തൊട്ടടുത്ത്, അതായത് കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വെള്ളരിക്കുണ്ട് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ ഇവരെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഈ കാലാവസ്ഥ വലിയ ചൂടാണ്. ഈ സമയത്ത് പല വീടുകളിലേക്കും ഇത്തരത്തിൽ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ ബളാലിൽ ഇപ്പോൾ നടന്ന ഈ സംഭവം. എന്തായാലും ഇവരുടെ വലിയ പരാതി ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം എന്നതും ഇത് ശ്രദ്ധേയമാകുന്നുണ്ട്. അശ്വതി, ശരി. എന്തായാലും BLOയുടെ ആരോഗ്യസ്ഥിതി, ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ രാജസ്ഥാനിലും ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന യുവാവ് ആത്മഹത്യ ചെയ്തു. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ സർക്കാർ സ്കൂൾ അധ്യാപകനായ മുകേഷ് ജംഗിദ് ആണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ബിന്ദായക
റെയിൽവേ ക്രോസിന് സമീപമായിരുന്നു സംഭവം. SIR ജോലികൾ കാരണം മുകേഷ് സമ്മർദ്ദം നേരിട്ടിരുന്നു. സൂപ്പർവൈസർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സസ്പെൻഷൻ ഭീഷണിയുണ്ടെന്നും പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായും സഹോദരൻ ഗജാനന്ദ് പറഞ്ഞു. SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും നല്ല അഭിഭാഷകരെ തന്നെ കൊണ്ടുവരും, നീതി ലഭിക്കുമെന്നാണ് കരുതുന്നത്. കണ്ണൂരിലെ BLOയുടെ മരണമടക്കം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ്. എന്തിനാണ് ഈ ധൃതി? ആളെ കൊന്നിട്ടും മരിച്ച എന്തൊരു മിനിറ്റ് വെച്ച് ഇപ്പം തീർക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം വേറെ മോട്ടീവ് ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഈ മരണം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയും ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവർ നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥ തന്നെ തകരും. അതാണ് സ്ഥിതി. ഏറ്റവും നല്ല വക്കീൽമാരെ വെച്ച് ഞങ്ങൾ കേസ് വാദിക്കും. ശബരിമലയിൽ വൻ തീർത്ഥാടന തിരക്ക്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നതു മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഞാനെന്ന ഭാവം അഗ്നിയിൽ ദഹിപ്പിച്ച് ഭാരമില്ലാത്ത തെളിഞ്ഞ ചിന്തയുമായി സന്നിധാനത്ത് നിന്ന് മലയിറങ്ങുക എന്നതാണ് അയ്യപ്പ ദർശനത്തിന്റെ സായുജ്യം. ശബരീശ ദർശനത്തിന് ശേഷം നെയ്ത്തേങ്ങയുടെ ഭാഗങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്നത് ആ മഹാദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 18-ാം പടിക്ക് സമീപത്തെ ആഴിയിലാണ് അഗ്നിനാളങ്ങൾ അഹന്തയെ എരിക്കുന്നത്. നെയ് നിറച്ച നാളികേരം ജീവാത്മാവാണെന്നും നെയ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ജീവാത്മാവ് പരമാത്മാവായ അയ്യപ്പനിൽ ലയിക്കുന്നുവെന്നുമാണ് വിശ്വാസം. നെയ് നീക്കിയ നാളികേര ഭാഗങ്ങൾ അഹന്തയുടെ ജഡശരീരമായി കരുതുന്നു. ആഴിയിൽ എരിയുന്നത് ആത്യന്തികമായി മനുഷ്യന്റെ നിഴൽ തന്നെയായ അഹന്തയാണ്. പതിനെട്ടാം പടിക്ക് വശത്തെ ആഴിയിൽ ശബരിമല മേൽശാന്തി അഗ്നി പകരുന്നതോടെ മണ്ഡല മകരവിളക്ക് കാലത്ത് സ്വയം ശുദ്ധീകരണത്തിന്റെ കെടാത്ത വെളിച്ചമായി ഇവിടം മാറുന്നു. ഓരോ വ്യക്തിയും ശിരസിൽ പേറുന്നത് ആത്മാവും അഹന്തയും നിറഞ്ഞ ജീവിതമാകുന്ന ഇരുമുടിക്കെട്ടാണ്. ആത്മാവിനെ അഭിഷേകം ചെയ്യുക, അഹന്തയെ എരിച്ചു കളയുക. ന്യൂസ് 18 സന്നിധാനം. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ SITയുടെ പരിശോധന. സന്നിധാനത്താണ് പരിശോധന നടക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു സന്നിധാനത്ത് നിന്നും. വിനോദ്, ഏത് രീതിയിലാണ് സന്നിധാനത്തെ പരിശോധനകൾ, എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഇത്രയും ഭക്തർ എത്താറില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ഇത്രയും ഭക്തർ എത്താറില്ല. പക്ഷേ വലിയ തോതിലാണ് ഭക്തരുടെ ഒഴുക്ക്. ഇന്നലെ മുതൽ ആ നിലയ്ക്ക് തന്നെയാണ് ഭക്തരുടെ ഒരു ഒഴുക്ക്. ഇപ്പോഴും അണമുറിയാതെ പമ്പയിൽ നിന്ന് ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു. 90,000 പേരെയാണ് കടത്തിവിടേണ്ടതെങ്കിലും ഒരു പക്ഷേ ഈ 1 ലക്ഷത്തിലധികം ആളുകളെ കടത്തിവിടാനുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വേഗത്തിലുള്ള നടപടികളാണ് പോലീസിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായ നടപടികൾ ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. ശ്രീകോവിലിന് മുന്നിലേക്ക് SIT സംഘം അല്പസമയം മുൻപ് എത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള പരിശോധനകളാണ് ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കും. അതോടുകൂടി പരിശോധനകൾ കൂടുതൽ വേഗത്തിലാകും. 3 മണിക്കാണ് പിന്നീട് നട തുറക്കുന്നത്. ഈ 2 മണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശ്രീകോവിലിന്റെ ഒരു വശത്ത് ഇപ്പോൾ
ഈ അന്വേഷണ സംഘം നിൽക്കുന്നുണ്ട്. അവർ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ഇതിന്റെ അളവെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ആ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. അവിടെ അളവെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു കോണിലാണ് ശ്രീകോവിലിന്റെ ഒരു മൂലയിൽ ഇപ്പോൾ അവിടെ അളവെടുക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ സ്വർണ്ണപ്പാളി പുറത്ത് പതിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന് പുറത്ത് പതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളി അവിടെ നിന്നൊക്കെ നേരത്തെ ഇളക്കിക്കൊണ്ട് പോകുന്നു. ഇതിന്റെ തൂക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണം പൊതിയുകയാണ് ഉണ്ടായത്. സ്വർണം പൂശുകയല്ല. മല്യയുടെ കാലത്ത് മല്യ സംഭാവനയായി നൽകിയ സ്വർണം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പ് തകടിന് മുകളിൽ പതിക്കുകയായിരുന്നു. ആ കൊണ്ടുപോയ സ്വർണമാണോ തിരികെ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. 2019 മുതൽ ഇത്തരത്തിൽ ഇവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. ഈ 2025 പോലും അങ്ങനെ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാഹചര്യം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളിയിൽ വീണ്ടും സ്വർണം പൂശുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ഇതിൽ നിരവധി അറസ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, എൻ വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, ദേവസ്വം കമ്മീഷണറായിരുന്നു. എൻ വാസു അടക്കമുള്ള 5ഓളം പേരുടെ അറസ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞു. എ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഇഡി ആകട്ടെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കൂടി കാരണമാകുമെന്ന് ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയമാണ്. ഈ സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ഈ അന്വേഷണം പോവുകയും അവരുടെ ഭാഗത്തു നിന്ന് അറസ്റ്റുകളും തുടർ നടപടികളും ഉണ്ടായാൽ അത് ഉണ്ടാക്കുന്ന തിരിച്ചടി എന്തെന്ന് ഇടതുപക്ഷം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഏതായിരുന്നാലും കോടതിക്ക് മുമ്പിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിശദീകരിക്കുമ്പോൾ ഇത്രയും വേഗത്തിലുള്ള നടപടികൾ ഇവിടെ നടന്നു എന്ന കാര്യം കൃത്യമായി അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയും. അശ്വതി, അതാണ് വിനോദ്. ഈ മണ്ഡലകാലം തുടങ്ങി വലിയ തിരക്കുണ്ടെന്ന് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഭക്തർക്ക് വരുന്നുണ്ടോ അവിടെ? ഇല്ല, ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം. ഭക്തർ ഇവിടെ കടന്നു പോകുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അവർക്ക് ദർശനം സാധ്യമാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. അതേസമയം ശ്രീകോവിലിന് പുറത്ത് അന്വേഷണ സംഘം അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നു. കാരണം 2 മണിക്കൂർ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ഇത്തരം പ്രവൃത്തികൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി. കാരണം 3 മണിക്ക് വീണ്ടും നട തുറക്കും. അപ്പോഴും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പ്രവൃത്തികൾ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. വൃശ്ചിക പുലരിയാണ്. ഇന്ന് പുലർച്ചെ മുതൽ വലിയ തോതിൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നു. മാത്രമല്ല ഭക്തരുടെ ഒരു ഭാഗം കൂടി പരിഗണിക്കണം. അവിടെ ഈ അന്വേഷണവും വിവാദവും ഒക്കെ ഉള്ളപ്പോഴും ഈ സീസൺ നന്നായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ബോർഡിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളിയും അതുതന്നെയാണ്. ഭക്തർക്ക് ഒരു തടസ്സമുണ്ടാകാതെ ഇവിടെ എത്തുന്നവർക്ക് ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങുക എന്നത് തന്നെയാണ്. മാത്രമല്ല ദിവസങ്ങളായി പമ്പയിൽ വന്ന് തമ്പടിച്ച് കിടക്കുന്ന ഭക്തരുണ്ട്. അവിടെ വിരിവെച്ച് കഴിയുന്ന ഭക്തരുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. വെർച്വൽ ക്യൂ എന്നത് വഴി 90,000 പേരാണ് കണക്കാക്കുന്നത്. 70,000 പേർ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യുകയും 20,000 പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെയും കടത്തിവിടുക എന്നതാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തരുണ്ട്. അവർക്ക് ഇതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളൊന്നും തന്നെ വശമില്ലാത്ത ആളുകളാണ്. പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്ത് എത്തുന്നവരെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ദർശനം മുടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ കയറ്റിവിടുക എന്നതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി നിറവേറ്റുന്നുണ്ട്. ക്രമത്തിൽ വലിയ കണിശത വരുത്തിക്കൊണ്ട് തന്നെയാണ് ദർശനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ സമാന്തരമായി ഈ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായി ആ കോർണറിൽ കാണാവുന്നതാണ്. അവിടെ ഈ അളവെടുക്കുന്നത് അടക്കമുള്ള ഒരുപക്ഷെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുമെന്ന വിവരമുണ്ട്. ഇന്നലെ നട തുറന്നെങ്കിലും പൂർണ്ണതോതിൽ ദർശനം സാധ്യമാകുന്ന, ദിവസം മുഴുവൻ ദർശനം സാധ്യമാകുന്ന ഒരു ദിനമാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ ദിവസമാണ് ഇപ്പോൾ SIT സംഘാംഗങ്ങൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ ഇങ്ങനെ പരിശോധന നടത്തുന്നത്. അശ്വതി, ശരി. VV വിനോദാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. ദുഷ്ടലാക്കുള്ള ഇത്തരക്കാരെ പുറത്താക്കണം. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് ബന്ധം. മുൻപ് തെറ്റ് നടന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് സമ്മതിച്ചു. അത്തരക്കാരെ പുറത്താക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭക്തജനങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അത് മേൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. വളരെ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട്. ശബരിമലയിൽ അടിക്കടി ഇതുപോലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്
വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളോളമായി നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഭരണകർത്താക്കൾ, ദേവസ്വം ബോർഡ് അധികാരികൾ, സർക്കാർ എല്ലാവരും നിതാന്ത ജാഗ്രതയോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര നടപടികൾ, ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ രേഖകൾ വേണമെന്ന ഇഡിയുടെ ആവശ്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. ഇഡിയുടെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് വിട്ടു. എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് വേണമെന്നാണ് ഇഡിയുടെ ആവശ്യം. മക്കയിൽ തീർത്ഥാടനത്തിന് പോയ ഹൈദരാബാദ് സ്വദേശികൾക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. 40ഓളം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഉംറയിലെ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യൻ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ത്യൻ സമയം രാത്രി 1:30 തീർത്ഥാടകരുടെ ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. മദീനയിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ അകലെ മുഹറാസ് എന്ന സ്ഥലത്താണ് ദാരുണമായ സംഭവമുണ്ടായത്. ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. സംഘത്തിൽ അധികവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 43 പേരിൽ 20 സ്ത്രീകളും 11 കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന 25-കാരൻ ഇപ്പോൾ ചികിത്സയിലാണ്. സിവിൽ ഡിഫൻസ് എത്തി തീയണച്ചെങ്കിലും ആരെയും തിരിച്ചറിയാവുന്ന വിധത്തിലല്ല. തീർത്ഥാടകരുടെ വിസയും യാത്രയും ക്രമീകരിച്ച ഏജൻസികൾ മന്ത്രാലയവുമായി ഏകോപനം നടത്തി നടപടികൾ പൂർത്തിയാക്കുകയാണ്. സംഭവത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഞെട്ടൽ രേഖപ്പെടുത്തി. മരിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും കുടുംബാംഗങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. റിയാദിലെ എംബസി മുഖേന എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയാണെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റ് തുടരുകയാണ്. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകനും പിടിയിലായി. അറസ്റ്റിലായ ഡാനിഷ് ബിലാൽ ഉമർ നബിയുടെ അനുയായിയായിരുന്നുവെന്നും ചാവേറാകാൻ തയ്യാറെടുപ്പ് നടത്തിവരികയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ. ഉമർ നബിയുടെ കൂട്ടാളി അമീർ റാഷിദ് അലി കൂടി പിടിയിലായതോടെ ചുരുളഴിയുന്നത് രാജ്യത്തെ നടുക്കുന്ന ഭീകരതയുടെ വിവരങ്ങളാണ്. അഭിലാഷ് രാധാകൃഷ്ണനിലേക്ക് പോകാം അല്പസമയത്തിനകം. എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അറസ്റ്റ് തുടരുമ്പോൾ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകനും പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, ഈ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏത് രീതിയിലാണ്? ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരം എന്ന് പറയുന്നത് നൌഗാം പോലീസ് സ്റ്റേഷനിൽ, അതായത് കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. മുസമ്മിൽ ഷക്കീൽ ഗനൈൽ എന്ന് പറയുന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടനം പോലീസ് സ്റ്റേഷനിൽ കൈകാര്യം ചെയ്യുന്നവരുടെ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ മരിച്ച ഒരാളുടെ മകൻ കൂടി ഇപ്പോൾ ഈ ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് ലഭിച്ചതോടുകൂടി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. അതായത് ചെങ്കോട്ട ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അറസ്റ്റിലായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതിൽ ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട, അതായത് ഈ സ്ഫോടനത്തിൽ ഇരയായ ആളുടെ മകൻ കൂടി ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഡാനിഷ് ബിലാൽ എന്ന് പറയുന്ന യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്ക് ഉമറുൻ നബിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഇയാളുടെ അച്ഛനായിട്ടുള്ള ബിലാൽ അഹമ്മദ് വാനി എന്ന് പറയുന്ന ആളാണ് അന്ന് ഈ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്നത്. അയാളുടെ മകനായിട്ടുള്ള ഡാനിഷ് ബിലാലാണ് ഇപ്പോൾ അറസ്റ്റിലായത്. മാത്രമല്ല അമീർ റാഷിദ് അലി എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇയാളും ഉമറുൻ നബിയും ചേർന്നാണ് ചെങ്കോട്ട സ്ഫോടനം പദ്ധതിയിട്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇയാൾ ഈ സ്ഫോടനത്തിന് വേണ്ടി ഡൽഹിയിലെത്തിയതായും ഡൽഹിയിലെ ഈ I-20 കാറ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ നടത്തിയത് ഈ അമീർ റാഷിദ് അലിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഈ ഒരു സ്ഫോടനത്തിൻ്റെ പ്രധാന ഒരു കണ്ണി കൂടിയാണ് അമീർ റാഷിദ് അലി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വലയിലാകുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ വലയിലാകുന്നു. ഈ ഡാനിഷ് ബിലാൽ എന്ന് പറയുന്ന യുവാവ് ഒരു ചാവേറാവാൻ ഇടയാണ് പോലീസിൻ്റെ NIA സംഘത്തിൻ്റെ പിടിയിലായത് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ രാജ്യത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ അയാളെ കൂടെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഹരിയാനയിലും ഉത്തർപ്രദേശിലും
മധ്യപ്രദേശിലും പഞ്ചാബിലും ജമ്മുവിലും ഡൽഹിയിലുമൊക്കെ വിവിധയിടങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. 73ഓളം പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അൽഫല യൂണിവേഴ്സിറ്റിയിലെ ശോഭ ഖാൻ എന്ന് പറയുന്ന നഴ്സിംഗ് ജീവനക്കാർ കൂടി പോലീസിന്റെ സംശയ നിഴലുണ്ട്. കാരണം ഇയാൾ ഉമറുൻ നബിക്ക് ഹരിയാനയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതുപോലെ പ്രിയങ്ക ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഹരിയാനയിലെ ഒരു യുവതി, അവരും ഇപ്പോൾ പോലീസിന്റെ സംശയ നിഴലിലാണ്. ഇവരും ഈ ഒരു ടീമുമായി വൈറ്റ് കോളർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ, ഒരു സംശയം NIA-ക്കുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ ഈ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ള ആശങ്ക പരത്തുന്ന വിവരങ്ങളാണ് ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ പോലീസിന്റെ NIA-യുടെ അന്വേഷണത്തിന് പിന്നാലെ പുറത്തു വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം അനന്തനാഗിലെ ഒരു യുവ MBBS വിദ്യാർത്ഥി പിടിയിലായിരുന്നു. ഇയാൾക്ക് ഈ ഭീകര സംഘടനയുമായി ഭീകര പ്രവർത്തനവുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അനന്തനാഗിലെ MBBS വിദ്യാർത്ഥിയെ കൂടി NIA സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിരവധി രാജ്യത്ത് അങ്ങിങ്ങായി നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ NIA-യുടെ അന്വേഷണത്തിന് പിന്നാലെ ചുരുളഴിയുകയാണ്. ഒരു രാജ്യത്ത് പലയിടങ്ങളിലും ഒരേ സമയം ഇവർ ഭീകര സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ NIA-ക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയ പദ്ധതി, രാജ്യത്തിനെതിരെ നടത്തിയ വലിയൊരു പദ്ധതി പൊളിക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിൽ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം. പക്ഷേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, ആശങ്ക പരത്തുന്നത് യുവാക്കൾ ഭീകരരുടെ പിടിയിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ള വിവരങ്ങൾ ഈ ഒരു അന്വേഷണത്തിന് പിന്നാലെ നമുക്ക് ലഭിക്കുകയാണ്. അശ്വതി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ MP കല്യാൺ ബാനർജിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ ബംഗാൾ രാജ്ഭവനിൽ പരിശോധന നടത്താൻ കേന്ദ്ര സംസ്ഥാന സേന. രാജ്ഭവനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നുവെന്ന തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് പരിശോധന ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ നീക്കം. കല്യാൺ ബാനർജിക്കെതിരെ കേസെടുക്കാൻ കൊൽക്കത്ത പോലീസിന് ഗവർണർ നിർദ്ദേശം നൽകി. ആരോപണം തെളിയിക്കാനായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CV ആനന്ദബോസ് പറഞ്ഞു. കേരളത്തിലെ പരിപാടികൾ ഒഴിവാക്കിയ ആനന്ദബോസ് കൊൽക്കത്തയിലേക്ക് തിരിച്ചു. രാജ്ഭവനെതിരായ ആരോപണത്തിൽ തൃണമൂൽ MPക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ CV ആനന്ദബോസ്. ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ കല്യാൺ ബാനർജിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗവർണർ ന്യൂസ് 18നോട് പറഞ്ഞു. ഡോക്ടർ CV ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ ഗവർണർ തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ആനന്ദബോസ്, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ഒരുപക്ഷെ അടിസ്ഥാനമില്ലെങ്കിൽ അത്യന്തം ഖേദകരമായ, രാജ്ഭവനെതിരെ അത്രയും ഖേദകരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിൽ ഇന്നലെ തന്നെ അങ്ങയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരുന്നു, രാജ്ഭവനിൽ കയറി ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന്. അങ്ങനെ അടിസ്ഥാനമില്ലാതെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രത്യേകിച്ച് രാജ്ഭവനെതിരെ, അത് വളരെ മോശം പ്രവണതയാണ്. എങ്ങനെയാണ് അങ്ങ് അതിനോട് പ്രതികരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടക്കുന്നത്? തികച്ചും അടിസ്ഥാനരഹിതമായ നിരുത്തരവാദിത്വപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ കരുതി. ഒന്ന്, ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച MPയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അവഗണിക്കുകയാണ് നന്ന്. പക്ഷെ ആരോപണം അതീവ ഗുരുതരമായതുകൊണ്ടും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ സാധ്യത ഉള്ളതുകൊണ്ടും അത് ഗൗരവതരമായി എടുത്തു. MPയോട് തന്നെ പറഞ്ഞു അദ്ദേഹത്തെ നേരിട്ട് വന്ന് പരിശോധിക്കാം. മിനിയാന്ന് രാവിലെ മുതൽ ധാരാളം മീഡിയ പ്രവർത്തകരും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളുമൊക്കെ രാജ്ഭവനിൽ വന്നു. രാജ്ഭവൻ അവർക്കായി തുറന്നിട്ട് കൊടുത്തു. ആർക്കും പരിശോധിക്കാം. പരിശോധനയിൽ MP ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് എന്ന് കണ്ടു. ഇന്ന് ഞാൻ ടൂറിലായിരുന്നു. ടൂറെല്ലാം വെട്ടിച്ചുരുക്കി വീണ്ടും കൽക്കട്ടയ്ക്ക് പോവുകയാണ്. കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾ സംയുക്തമായി ഇന്നവിടെ പരിശോധന നടത്തുകയാണ്. പൊതുജനങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. രാജ്ഭവൻ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും പരിശോധന നടക്കുക. സ്നിപ്പർ ഡോഗ്, ബോംബ് സ്ക്വാഡ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ നിയമ നടപടികൾ ഈ MPക്കെതിരെ എടുക്കും. അതിനുള്ള നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു.
ഇന്നത്തെ സെർച്ചിന് ശേഷം അതിലൊരു തീരുമാനമെടുക്കുന്നതാണ്. രാജ്ഭവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനെതിരെ ഇങ്ങനെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് തൃണമൂൽ ആദ്യമായിട്ടല്ല ഗവർണർക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അത് ഒരു പടി കൂടി കടന്ന് ഒരു സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശമൊക്കെ ആവുമ്പോൾ അത് അതോടുകൂടി അവസാനിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൂടല്ലോ. ബംഗാളിൽ രാജ്ഭവന് നേരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക പതിവായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഈ പ്രവണത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞു, ചില ലക്ഷ്മണ രേഖകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം മുഖ്യമന്ത്രിയും ഗവർണറും പ്രവർത്തിക്കാൻ. ആ ലക്ഷ്മണ രേഖ ലംഘിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാപരമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അത് സ്വീകരിച്ചിരിക്കും എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി അറിയിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നില്ല. പക്ഷേ മറ്റു ചിലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഗവർണർ എന്ന ഭരണഘടനാപരമായ അധികാരം, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, അതിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങളും അനുവദിച്ചു കൊടുക്കില്ല. ശക്തമായ നിയമ നടപടികൾ എടുക്കും. അതിന് ലോക്സഭാ സ്പീക്കറുമായും ബന്ധപ്പെടുന്നുണ്ട്. ഇതിപ്പോ ഒറ്റപ്പെട്ട് ഒരു MP കല്യാൺ ബാനർജി വിവാദ പരാമർശങ്ങൾ മുൻപും നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പരാമർശമായിട്ടാണോ അങ്ങ് കാണുന്നത്? അതോ മറിച്ച് സർക്കാർ നേരിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നില്ല, മറ്റാരെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു മൗന സമ്മതമുണ്ടോ ഇതിന് പിന്നിൽ? സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരം പരാമർശങ്ങളും ഗൗരവമേറിയ ആരോപണങ്ങളും? യാതൊരു വിധമായ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിനും ഭരണഘടന പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അനുവാദം നൽകില്ല, കൂട്ടുനിൽക്കില്ല. ആര് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചാലും അന്വേഷിക്കും. അന്വേഷണത്തിൽ അടിസ്ഥാനരഹിതമെന്ന് കണ്ടാൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും. വളരെ നന്ദി ഡോക്ടർ CV ആനന്ദബോസ് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ എടുക്കും. ഇന്നിപ്പോൾ പരിശോധനയ്ക്ക് രാജ്ഭവൻ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമെന്ന് കരസേന മേധാവി. ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. ചാണക്യ ഡിഫൻസ് ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാന് താക്കീതും മുന്നറിയിപ്പും നൽകുന്ന പ്രതികരണങ്ങൾ നടത്തിയത്. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയ ദ്വിവേദി ഇത് വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയുണ്ടായി. ഇന്ത്യ എപ്പോഴും പുരോഗതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായി വരും എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞുവെച്ചു. അതോടൊപ്പം തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് രാജ്യത്തിനറിയാം എന്നും അദ്ദേഹം പറയുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെയും ഭീകരവാദ സംഘടനകളെ പോലെ തന്നെയാണ് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ താക്കീതും മുന്നറിയിപ്പുമാണ് പാകിസ്ഥാന് ദ്വിവേദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ട്രെയിലർ മാത്രമായിരുന്നുവെന്നും അത് 88 മണിക്കൂറിൽ അവസാനിച്ച ഒരു സൈനിക നടപടിയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇനിയും പ്രകോപനവുമായി വന്നാൽ എങ്ങനെയാണ് ഒരു അയൽ രാജ്യത്തോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എന്ന് ഇന്ത്യ പഠിപ്പിക്കും എന്നുകൂടിയായിരുന്നു ജനറൽ ദ്വിവേദിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. मैं तो ये कहना चाहूँगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर खत्म हो गया था. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं. और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसको भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने പടോസിയോ സെ ബിഹേവ് करना चाहिए. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നും കാശ്മീരിലെ സാഹചര്യം മാറിയതായും അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് 2019 മുമ്പ് പലപ്പോഴും സൈനികർക്ക് നേരെ കല്ലേറുണ്ടാകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അങ്ങനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സൈന്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സൈന്യത്തിൽ വിശ്വാസമാണ് എന്നും ദ്വിവേദി പറയുകയുണ്ടായി.
ഒപ്പം ചൈനയുമായുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രത്യേകിച്ച് 2024 ഒക്ടോബറിന് ശേഷം ഇന്ത്യയും ചൈനയും നടത്തിയ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ ആണ് ഈ പുരോഗതിയിലേക്ക് നയിച്ചത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി ചർച്ചകൾ തുടരുന്നുണ്ട് എന്നും അത് അതിർത്തി സംഘർഷങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയും ജനറൽ ദ്വിവേദി പങ്കുവെക്കുകയുണ്ടായി. ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും ആത്മവിശ്വാസവും ഉയർത്തുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ജെഡിയുവും ബിജെപിയും മന്ത്രിസ്ഥാനം തുല്യമായി പങ്കിടാനാണ് ആലോചന. ചിരാഗ് പസ്വാന്റെ LJPക്ക് 2 മന്ത്രിസ്ഥാനവും HAM, RLM എന്നീ കക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും നൽകും. സ്ഥാനമൊഴിയുന്ന സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ നിതീഷ് രാജി സമർപ്പിച്ചു. വ്യാഴാഴ്ച ഗാന്ധി മൈതാനത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷമാണ്. രോഹിണി ആചാര്യയ്ക്ക് പിന്നാലെ 4 പെൺമക്കൾ കൂടി പട്നയിലെ വീട് വിട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള യോഗത്തിൽ തേജസ്വിയും രോഹിണിയും തമ്മിൽ തർക്കമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. സഹോദരനെ മാത്രമാണ് തള്ളിപ്പറഞ്ഞതെന്നും അച്ഛന്റെ പിന്തുണ തനിക്കുണ്ടെന്നും രോഹിണി ആചാര്യ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ തേജ് പ്രതാപ് യാദവ് NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. 4 ദിവസമാണ് പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും ധാരണയിലെത്താൻ കഴിയാത്തതും വിമത ഭീഷണിയും മുന്നണികൾക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നൽകാത്തതിൽ മനം നൊന്ത് RSS നേതാവ് ആനന്ദ് K. തമ്പി ആത്മഹത്യ ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കാൻ CPM. 21-ാം തീയതി തിരുമലയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ BJP അധോലോക സംഘത്തിന്റെ കയ്യിലെന്നാണ് CPMന്റെ ആരോപണം. തിരുമലാനിൽ ആനന്ദ് K. തമ്പി, ശാലിനി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തലസ്ഥാനത്ത് BJPയുടെയും RSSന്റെ പ്രധാന പ്രവർത്തകരായ 4 പേരാണ് ആത്മഹത്യാ ശ്രമം നടത്തുകയും ഇതിൽ 3 പേർ മരിക്കുകയും ചെയ്തത്. ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമാക്കാനാണ് CPMന്റെ തീരുമാനം. തിരുമല അനിലിന്റെ ആത്മഹത്യ ഒരു പങ്കുമില്ലെന്ന് BJP നേതൃത്വം പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആനന്ദിന്റെ മരണത്തിലും അതാണ് BJPയുടെ നിലപാട്. ആ പ്രവർത്തകരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ അടുത്ത ബന്ധം പുലർത്തുന്ന തെളിവുകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തു. ഈ വിഷയം ഏറ്റെടുക്കാനാണ് CPMന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ CPM ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് രാവിലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രി V. ശിവൻകുട്ടി നേതൃത്വത്തിൽ ആനന്ദിന്റെ വീട്ടുകാരെ സന്ദർശിച്ചവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങളുടെ താവളമായി BJP മാറുന്നുവെന്ന ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. RSS BJP എത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ എതിർ രാഷ്ട്രീയ പാർട്ടികളോട് എപ്പോഴും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത കൂട്ടരാണിവര്. പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തങ്ങൾ നല്ലവരാണ്, ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിച്ച് വിശ്വാസം എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ മുഴുവൻ ചേർത്തുകൊണ്ട് ആണ് അവർ നിലനിൽക്കുന്നത്. പക്ഷെ ആ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സംഘടനയ്ക്കകത്ത് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തി നടത്തുന്നവരെ ശാരീരികമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയെന്ന് RSS എന്നും BJP എന്നും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന 3 സംഭവങ്ങളും പരിശോധിച്ചാൽ കാണുക. വാർഡ് തലത്തിൽ വലിയ പ്രചരണത്തിന് CPM തീരുമാനമെടുത്തിട്ടുണ്ട്. തിരുമല കേന്ദ്രീകരിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പൊതുയോഗവും 21-ാം തീയതി നടത്തും. അങ്ങനെ ഈ വിഷയം RSSൽ BJP തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയുമൊക്കെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് CPMന്റെ തീരുമാനം. ആനന്ദിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യവും CPM മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണം. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകളും ഈ മരണങ്ങളുമായുള്ള ബന്ധവുമൊക്കെ അന്വേഷിക്കണമെന്നാണ് CPMന്റെ ആവശ്യം. ആലപ്പുഴയിൽ LDFന് തലവേദനയായി CPM CPI തർക്കം. ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI.
രാമങ്കരി പഞ്ചായത്തിന് പുറമെ കുമാരപുരം, ആര്യാട്, മുട്ടാർ പഞ്ചായത്തുകളിലാണ് തർക്കമുള്ളത്. സീറ്റ് ധാരണ CPM ലംഘിച്ചുവെന്നാണ് CPIയുടെ ആരോപണം. അതേസമയം തർക്കം ഉടൻ പരിഹരിക്കുമെന്ന് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതാക്കൾ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇത്തരത്തിൽ കുട്ടനാട്ടിൽ LDFിനുള്ളിൽ വലിയ തർക്കം നിലനിന്ന് പോകുന്നത്. പലയിടങ്ങളിലും, അതായത് ജില്ലയിലെ തന്നെ 4 പഞ്ചായത്തുകളിൽ CPI തനിച്ച് മത്സരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഇടം രാമങ്കരി പഞ്ചായത്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി CPMൽ നിന്ന് വിട്ടുപോയ നിരവധി ആളുകളാണ് CPIയിൽ അവിടെ മെമ്പർഷിപ്പിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലൊരു പ്രവർത്തനം CPIക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് LDFിനെ വലിയ രീതിയിൽ ഇപ്പോൾ വലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. രാമഗിരി പഞ്ചായത്തിൽ 14 വാർഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ ആകെ 3 സീറ്റുകൾ നൽകാമെന്നുള്ള നിലപാടാണ് CPM കൈക്കൊണ്ടത് എന്നുള്ളതാണ്. അത് പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് CPI കൂടി എത്തിയതോടെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് അവിടെ മുന്നണി എത്തുന്നു എന്നുള്ളതാണ്. 5 സീറ്റുകളെങ്കിലും ലഭ്യമാകണമെന്നുള്ള ആവശ്യമാണ് രാമഗിരിയിൽ അവർ CPI ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും 8 സീറ്റുകളിലേക്ക് തങ്ങൾ മത്സരിക്കും. അത് CPI നേർക്കുനേർ മത്സരത്തിലേക്ക് രാമഗിരി പഞ്ചായത്തിനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നത് CPIയുടെ മുൻപ് CPM പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് CPIയിലേക്ക് പോവുകയും ചെയ്ത രാജേന്ദ്രകുമാർ അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ 8 സീറ്റുകളിലേക്ക് CPMനെതിരെ CPI മത്സരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ വേഴപ്ര അടക്കമുള്ള ഇടങ്ങളിൽ അത്രയും വലിയ ശക്തി സ്വാധീനം ഉള്ള ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. മാമ്പുഴക്കരിയിൽ 4, 5, 6 വാർഡുകളിലും വേഴപ്രയിൽ 13, 14 വാർഡുകളിലുമായാണ് ഇപ്പോൾ നിലവിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളടക്കം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ മുന്നണിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 8 സീറ്റുകളിലേക്ക് മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPI അറിയിച്ചിട്ടുള്ളത്. CPMന്റെ പിടിവാശി ആണ് യഥാർത്ഥത്തിൽ സീറ്റ് ചർച്ച വഴിമുട്ടിയത്. രാമങ്കരിയിൽ CPI പഴയ CPI അല്ല, ഏറെ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 സീറ്റ് CPIയുടെ ലോക്കൽ നേതൃത്വം പോയി ആവശ്യപ്പെട്ടു. അവർ ചർച്ച ചെയ്യാനുള്ള ഒരു നല്ല മര്യാദ കാണിക്കാതെ ഒരു സീറ്റ് ഞങ്ങൾ വേണമെങ്കിൽ ഒരു സീറ്റ് തരാം എന്ന് ഔദാര്യം പോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോര് തരുന്നത്. ഇനിയിപ്പോൾ ആലോചിച്ചപ്പോൾ 5 സീറ്റും ലഭിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കും. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ CPI മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായർ രാജിവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ശ്രീലേഖയ്ക്കെതിരെ CPM അധികാര ദുർവിനിയോഗം നടത്തിയ ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ. അവരാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയെന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി ആരോപിച്ചു. മുൻ CPI നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേർന്നു. KPCC ആസ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ചേർന്ന് ഇന്ദിരാഭവനിൽ ശ്രീനാദേവിയെ സ്വീകരിച്ചു. പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. കോൺഗ്രസ് പാർട്ടിയിലേക്ക് അംഗത്വം സ്വീകരിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ശക്തിപ്പെടുത്താൻ രാഷ്ട്രീയ തീരുമാനമെടുത്ത് വന്നതിനെ പത്തനംതിട്ടയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച് അവിടുത്തെ നേതാക്കന്മാർക്കൊപ്പം ഇവിടെ KPCC എത്തിയിട്ടുണ്ട്. അവരെ പാർട്ടിയിലേക്ക്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് AICC ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് സ്വാഗതം. ഇത് പത്തനംതിട്ടയിൽ DCC വെച്ച് വൈകുന്നേരം ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ച് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായിട്ട് വരുന്നതാണ്. ഐ വെൽക്കം ഹെയർ വൺസ് അഗൈൻ. Thank you so much. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 9 സീറ്റുകളിൽ CPMഉം കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. 1 സീറ്റിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പൊതു സ്വതന്ത്രനായി മത്സരിക്കും. 4 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF കക്ഷി നേതാവ് KC ശോഭിത മലാപ്പറമ്പ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കും. പ്രാദേശിക എതിർപ്പ് മറികടന്നാണ് ശോഭിതയെ മത്സരിപ്പിക്കുന്നത്. ശോഭിതയുടെ സിറ്റിംഗ് സീറ്റിൽ KPCC സെക്രട്ടറി PM നിയാസ് ആണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് KC അബുവിന്റെ മകളാണ് ശോഭിത.
തൃശൂർ കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPM CPI തർക്കം. 11ാം വാർഡിൽ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPIയും CPMും ഇരുവിഭാഗവും പ്രചരണവും തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി യാക്കോബിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് CPM പ്രചരണം. AIYF പ്രവർത്തക രമ്യ ശ്രീജേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് CPIയും പ്രചാരണം തുടങ്ങി. തർക്കം തീർക്കാൻ നേതൃതല ചർച്ചകൾ തുടരുകയാണ്. എളവള്ളി പഞ്ചായത്തിലെ 17ാം വാർഡിലും CPIയും CPMും മത്സരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ രവിപുരം വാർഡിൽ മത്സരിക്കുന്ന ഇടത് BJP സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ നവമി ചേരും. കൊച്ചി കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടികയിലെ സെലിബ്രിറ്റിയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. രവിപുരം 10ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ശശികല. ആളൊരു കഥകളി കലാകാരിയും കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണയും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇതൊരു ജനറൽ സീറ്റാണ്. ഇവിടെ പുരുഷന്മാരെ ഫീൽഡ് ചെയ്യിക്കാം. പാർട്ടി ഒന്നായി എടുത്തൊരു തീരുമാനമാണ് ഈ ജനറൽ സീറ്റിൽ ഞാൻ തന്നെ ഫീൽഡ് ചെയ്യട്ടെ എന്നുള്ളത്. അത് വലിയൊരു ആഹ്ലാദമാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണ ജനറൽ സീറ്റിൽ അങ്ങനെ സ്ത്രീകൾ വരേണ്ട ഒരു ആവശ്യമില്ല. പുരുഷന്മാർക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതാണ്. അപ്പൊ എന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ അത് പാർട്ടി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതിനുള്ളൊരു അർത്ഥം. ഇനി എന്താണ് ഇനി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഇനി വിജയിച്ചു വന്നാൽ എന്തൊക്കെയായിരിക്കും ഈ വാർഡിന് വേണ്ടി ചെയ്യുന്നതിന് എന്തൊക്കെ പ്ലാനുകളാണ്, എന്തൊക്കെ പദ്ധതികളാണുള്ളത്? വാർഡിൽ കുറെ കാര്യങ്ങൾ ശരിക്കും ചെയ്തു. ഒരു കൌൺസിലർ 6 വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഈ ഡിവിഷനിൽ സാധാരണക്കാരായ 6 പേരെ കണ്ടെത്തി പലരുടെയും സഹായത്തോടുകൂടി 6 വീട് വെച്ച് കൊടുക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. ബ്രഹ്മപുരം കത്തിയപ്പോ കൊച്ചി നഗരസഭ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതും ഫുഡ് വേസ്റ്റ് തരംതിരിക്കുന്നതുമായ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഏറെക്കുറെ 410ഓളം ഫുഡ് വേസ്റ്റ് മാനുവറാക്കുന്ന ബിന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഡിവിഷനിൽ കൊടുത്തു പലർക്കും. അതുപോലെ തന്നെ ആദ്യത്തെ RRF നഗരസഭയുടെ വന്നത് കൊച്ചി കോർപ്പറേഷന്റെ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തി ഞാൻ മേയറെ അറിയിച്ചു ഇവിടെ ഒരു RRFന് സാധ്യതയുണ്ടെന്ന്. നഗരസഭ തന്നെ തെരഞ്ഞെടുത്ത ഗ്രീൻ വോംസ് എന്നുള്ള കമ്പനിയാണ് ഇവിടെ നടത്തുന്നത്. പക്ഷെ അതിന്റെ ഫണ്ട് CSR ഞാൻ തന്നെ തേടി നടന്ന് ഷിപ്പ്യാർഡ് ഒരു 25 ലക്ഷവും സിന്തൈറ്റ് ഗ്രൂപ്പ്, നിങ്ങൾ ആലോചിക്കണം, ഇവിടെയല്ല സിന്തൈറ്റ് കോലഞ്ചേരി ഭാഗത്തുള്ള വലിയൊരു സ്ഥാപനമാണ്. അവരുടെ CSR ഞാൻ അവിടെ പോയി അതിന്റെ MDയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പ്രൊജക്ട് വെച്ചപ്പോൾ 43 ലക്ഷം രൂപ അവരും സഹായിച്ചിട്ടാണ് നമ്മുടെ RRF വന്നത്. കഥകളി കലാകാരിയാകുമ്പോൾ നമുക്ക് ഒരു പെർഫോമൻസ് ചെയ്യാതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു നമ്മുടെ റിക്വസ്റ്റ് മാനിച്ച് ചെറിയൊരു പെർഫോമൻസ് ചെയ്യണം. ഏതാണ് ചെയ്യാൻ പോകുന്നത്? ഭയങ്കര പെർഫെക്ഷൻ ഒന്നും വരില്ല. കാരണം അക്കമ്പനിമെന്റ്സ് ഒന്നുമില്ല, എനിക്ക് മേക്കപ്പ് ഇല്ല. പഴയ പോലെയല്ല, ഞാൻ വയസ്സായി, 60 വയസ്സ് കഴിഞ്ഞു. എന്നിട്ടാണ് ഇലക്ഷൻ ഇറങ്ങുന്നത്, മനസ്സിലായോ? ഏതായാലും ഏലൂർ ബിജുവിന്റെ സോപാന സംഗീതത്തിൽ നിന്ന് കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഒരു 4 വരി കാണിക്കാം. ചിലമ്പിന്നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ കാത്തിരിപ്പൂ കണ്ണായാനിൻ കാച്ചിലമ്പിൻ. കൊച്ചി കോർപ്പറേഷനിലെ രവിപുരം 10ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി CG രാജഗോപാലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. ഇത് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ശരിയാണ്, തത്വത്തിൽ പറഞ്ഞു തരുക. പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്ത് വരികയാണ് ഞാൻ പ്രത്യേകിച്ച് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചോദിച്ചില്ലെങ്കിൽ പഴയ കാലത്തൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് മിണ്ടിയില്ല എന്നൊക്കെ ചോദിക്കും. ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ കുടുംബാംഗങ്ങളാണ്. എനിക്ക് ഏറ്റവും ശക്തിയും എനിക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളും എന്നോട് ഏറ്റവും സ്നേഹം കാണിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തികൾക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ ഏറ്റവും ആ ഒരു മുഹൂർത്തത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രവിപുരം തന്നെ സ്വീകരിച്ചതും അല്ല, രവിപുരം ഞാൻ ജനിച്ചു മാറിയ സ്ഥലമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് കൊച്ചി 2 അല്ല, ഞാനും കൊച്ചിയും ഒന്നാണ്. കൊച്ചി ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ കൊച്ചിയില്ല എന്ന് പറയാനാണ്. ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. നോമി കേട്ടിട്ടുണ്ടോ പാട്ട്? തകർത്ത് പാടാം. കൂടെ പാടോ? കൂടെ പാടോ? പ്രിയരാം കൊച്ചിക്കാരേ, എൻ മനമറിയും പ്രിയ സോദരരേ, താമരയിൽ നിങ്ങൾ വോട്ടുകൾ നൽകുമ്പോൾ ഭാവിതൻ ജീവിതം
ബാസുരമായി പ്രിയരാം കൊച്ചിക്കാരെ എൻ മനമറിയും പ്രിയ സോദരരെ താമരയിൽ നിങ്ങൾ വോട്ടുകൾ നൽകുമ്പോൾ ഭാവിതൻ ജീവിതം ബാസുരമായി. അപ്പൊ പാട്ട് പാടി വോട്ട് പിടിക്കുകയാണ്. ഈ പാട്ടും ഈ ചിരിയും വോട്ടായി മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാം നമുക്ക് വോട്ടാണ്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ SITയുടെ പരിശോധന തുടരുകയാണ്. സന്നിധാനത്ത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. VV വിനോദ് അവിടെ നിന്നും സന്നിധാനത്ത് നിന്നും ചേരുന്നു. വിനോദ്, എങ്ങനെ പുരോഗമിക്കുന്നു? 2 മണിക്കൂറായിരുന്നു പരിശോധനയ്ക്കായി അനുവദിച്ചിരുന്നത്. ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു പരിശോധന? ഇപ്പോഴും SIT സംഘം സോപാനത്ത് തുടരുകയാണ്. ഈ ദ്വാരപാലക ശില്പികൾക്ക് സമീപത്തുള്ള പാളികളുടെ അളവെടുക്കലും അതിന്റെ പരിശോധനയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ശില്പി കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ, അനൂപ് ഉൾപ്പെടെയുള്ള അംഗങ്ങളും വിദഗ്ധരും ഈ സംഘത്തിന്റെ ഭാഗമായുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സംഘം ഇവിടെ എത്തിയിരുന്നു. മറ്റ് രേഖകൾ പരിശോധിച്ച് തുടർന്നാണ് ഇന്നിപ്പോൾ പരിശോധന. ഉച്ചപൂജയ്ക്ക് നട അടച്ചിട്ടുണ്ട്. ഈ നട അടച്ച സമയത്താണ് പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ദർശനം നടക്കുന്ന സമയത്ത് ഭക്തർക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ 1 മണിയോടുകൂടി തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വശത്ത്, അതായത് ശ്രീകോവിലിന്റെ പിറകിലെ ഒരു പാളി പൂർണ്ണമായും ഇളക്കി മാറ്റിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുൻവശത്താണ് പരിശോധന പുരോഗമിക്കുന്നത്. ഇതിനകം അറസ്റ്റുകൾ നടന്ന കേസാണ്. മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും അടക്കം അറസ്റ്റിലായ കേസ്. 5 പേര് അറസ്റ്റിലായി. ഇനിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൃശ്ചിക പുലരിയിൽ പൂർണ്ണ സമയവും ദർശനം നൽകുന്ന ദിവസമാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ഇന്നലെ തന്നെ സംഘം എത്തി. ഇന്ന് വലിയ തോതിൽ ഭക്തർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ്. 90,000 പേർക്കാണ് ദർശനത്തിന് അനുമതി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അവസരമുള്ളൂ എങ്കിലും 1 ലക്ഷത്തിലധികം ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണ്. വരുന്നവരെ നിരാശരാക്കാതെ കടത്തിവിടുന്നുണ്ട്. ഈ പരിശോധന ഒരു തരത്തിലും ദർശനത്തെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ അയ്യപ്പന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഈ പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന നിലയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാം. അന്വേഷണ സംഘത്തിന്റെ 2 ടീമുകൾ, അത് ഈ ശ്രീകോവിലിന് മുന്നിലും പിറകിലുമായി പരിശോധനാ നടപടികൾ തുടരുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയാണ്. ഇതിൽ പ്രധാനമായും സ്വർണത്തിന്റെ അളവ് പരിശോധിക്കുക, തൂക്കം പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2009 വിജയ് മല്യയാണ് സംഭാവനയായി ഇവിടെ സ്വർണം നൽകുന്നത്. അന്ന് ചെമ്പ് പാളികൾക്ക് മേൽ സ്വർണം പൊതിയുകയായിരുന്നു. അതായത് ഒന്നുകൂടി വിശദമാക്കിയാൽ സ്വർണം പൂശുകയല്ല, ചെമ്പ് പാളികൾക്ക് മേൽ സ്വർണത്തിന്റെ തകിട് ഉറപ്പിക്കുകയാണ്. അതൊരു പ്രത്യേക പാളിയായി തന്നെ ഉണ്ടാകും. ആ പാളികളാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അത് ചെമ്പ് പാളികൾ എന്ന മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇത് 2019 കൊണ്ടുപോകുന്നു. 2025 പോലും ഇതേ പാളികൾ കൊണ്ടുപോയി. ഒരിക്കൽ അറ്റകുറ്റപ്പണി നടത്തിയ പാളി എന്തിനു വീണ്ടും കൊണ്ടുപോകുന്നു എന്ന ചോദ്യം 2025 തന്നെ ഈ തരത്തിൽ 15 വർഷത്തെ കാലാവധി പറഞ്ഞിട്ടുള്ള സ്വർണ്ണപ്പാളി 2019 അങ്ങനെയെങ്കിൽ പിന്നീട് എന്തിന് 2025 കൊണ്ടുപോകണമെന്ന ചോദ്യമുണ്ട്. ഇതിനൊന്നും തന്നെ ഇതുവരെ ഒരു ഉത്തരവുമായിട്ടില്ല. വലിയ ക്രമക്കേടുകളാണ് നടന്നത്. മഹസറിൽ ഉൾപ്പെടെ തെറ്റായ രേഖകൾ എഴുതി ചേർക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, കൃത്യമായ സുരക്ഷയില്ലാതെയാണ് ഇത് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അവിടെ വലിയ സമ്പന്നരുടെ വീടുകളിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വർണം കൊണ്ടുപോയ പാള് തന്നെയാണോ തിരികെ കൊണ്ടുവന്നത്? അത് അല്ല എന്ന കാര്യം ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് തന്നെ സ്വർണം പെട്ടിയിലാക്കി കൊണ്ടുപോയി എന്ന് അവിടുത്തെ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ ജീവനക്കാർ ഉൾപ്പെടെ പറയുന്ന മൊഴി നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കൃത്യമായ ഒരു കൊള്ളയാണ് നടന്നതെന്ന കാര്യം വിശദമാകുന്നത്. മറ്റൊന്ന്, ഇത് ഏതെല്ലാം സ്ഥലത്ത് കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു, അവിടെ നിന്നൊക്കെ പണം വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ 5 അറസ്റ്റിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല. ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു മെല്ലപ്പോക്കുണ്ടായാൽ ED ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനകം ഈ രേഖകളുമായി ബന്ധപ്പെട്ട് കേസിൽ ഇടപെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ED പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസി ഈ കേസിലേക്ക് വരികയും കേന്ദ്ര ഏജൻസിയുടെ കൈകളിലേക്ക് പ്രതികൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് അത് ഇടതുമുന്നണിക്കുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. ഇതിന്റെ ഒരു അപകടം കൂടി ഇടതുമുന്നണി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിലുള്ള നടപടികൾ. ഇന്നിപ്പോൾ നട തുറന്ന് 1-ാം ദിനം വൃശ്ചികപ്പുലരിയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ വളരെ തിരക്കിട്ടുള്ള പരിശോധനകളാണ് സന്നിധാനത്ത് നടക്കുന്നത്. അശ്വതി.
അതാണ് വിനോദ്, അവിടെ SIT പരിശോധന തുടരുകയാണ്. VV വിനോദാണ് ശബരിമലയിൽ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണപ്പാളി ഇളക്കി തന്നെയുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിലാണ് SITയുടെ പരിശോധന നടക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.